ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോസ്മോൻ മുണ്ടക്കൽ നേതൃത്വം നൽകുന്ന സ്നേഹദീപം ഭവന പദ്ധതി പ്രകാരമുള്ള 57-ാം സ്നേഹവീടിന്റെ താക്കോൽ സമർപ്പണം കിടങ്ങൂർ വട്ടുകുളങ്ങരയിൽ നടന്നു. കിടങ്ങൂരിൽ സ്നേഹദീപത്തിന്റെ ആഭിമുഖ്യത്തിലുള്ള 16-ാം സ്നേഹവീടാണ് പൂർത്തീകരിച്ചത്. താക്കോൽ സമർപ്പണം പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജെ.ജി. പാലക്കലോടി നിർവഹിച്ചു. നമ്മൾ പല മനുഷ്യരെയും കണ്ടിട്ടുണ്ട്. എല്ലാ മനുഷ്യർക്കും തന്നെ ഒരു ഭവനം ഒരു ആയുസിൽ വെക്കാൻ പറ്റിയെന്ന് വരുന്നില്ല. കാര്യം എൻ്റെ ഗ്രാൻഡ് ഫാദർ വീട് വെച്ചാൽ എൻ്റെ ഫാദർ ആ വീട്ടിലായിരിക്കും താമസിക്കുന്നത്. പിന്നെ ചിലപ്പോൾ ഞാനായിരിക്കും വേറൊരു വീട് വെക്കുന്നത്. പിന്നെ അടുത്ത വരുന്ന 2 തലമുറ കഴിഞ്ഞായിരിക്കും ഒരു വീട് വെക്കുന്നത്. എന്നിരുന്നാലും ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഒരു സ്വപ്നമാണ് ഒരു വീട്. നമ്മുടെ പ്രിയങ്കരനായ സോമചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വേണ്ടി തന്നെ അമേരിക്കയിൽ വീടുണ്ട്, കിടങ്ങൂർ വീടുണ്ട്. അതിലുപരി അദ്ദേഹം അമേരിക്കയിൽ താമസിക്കുമ്പോഴും ഈ നാട്ടില് ഭവനമില്ലാതെ വിഷമിക്കുന്ന അല്ലെ പഠിക്കാൻ മാർഗമില്ലാതെ വിഷമിക്കുന്ന കുഞ്ഞുങ്ങളെയും കരുതുന്ന അദ്ദേഹത്തിന്റെ ആ ഒരു സൗമനസ്യം നമുക്കറിയാം. പബ്ലിസിറ്റിക്ക് വേണ്ടി ഒന്നുമല്ല അദ്ദേഹം ചെയ്യുന്നത്. അദ്ദേഹം പലരെയും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. ആരും അറിയില്ല ആരെയും പഠിപ്പിക്കുക. അദ്ദേഹത്തിന് ഒരു കണ്ടീഷനേ ഉള്ളൂ, നിങ്ങൾ ഒരു ജോലിക്കാരാകുമ്പോൾ വേറൊരാളെ പഠിപ്പിക്കണം. അല്ലാതെ അദ്ദേഹത്തിനൊരു നന്ദിയും കടപ്പാടും ഒന്നും വേണ്ട. എല്ലാം അദ്ദേഹം ദൈവത്തിനെ കരുതിയാണ്, അല്ല തമ്പുരാനെ കരുതി ചെയ്യുന്ന ഒരു പുണ്യപ്രവർത്തിയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വിദേശത്ത് നല്ല വരുമാനമുണ്ട്, ബിസിനസ് ഉണ്ട്, ഒക്കെ ശരി. പക്ഷെ ഇതിലും അപ്പുറം 100 ഇരട്ടി വരുമാനവും ആസ്തിയുമുള്ള ആരും തന്നെ ഒരു കുഞ്ഞിന് പോലും പഠിക്കുവാനോ ഒരു വീട് വെച്ചു കൊടുക്കാനോ തയ്യാറല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് ഇന്ന് ഈ നാട് കടന്നു പോകുന്നത്. യോഗത്തിൽ സ്നേഹദീപം കിടങ്ങൂർ പ്രസിഡന്റ് പ്രൊഫസർ ഡോക്ടർ മേഴ്സി ജോൺ അധ്യക്ഷയായിരുന്നു. അമേരിക്കൻ മലയാളിയായ സോമൻ കൊട്ടൂരാണ് 57-ാം സ്നേഹവീട് നിർമ്മാണത്തിനുള്ള ഫണ്ട് നൽകിയത്. യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോസ്മോൻ മുണ്ടക്കൽ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീത സുരേഷ്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് മളിയേക്കൽ, ഗ്രാമപഞ്ചായത്ത് മെമ്പർ ലിസി എബ്രഹാം, പി.ജി. സുരേഷ്, ജോബി ചിറത്തറ, ജോൺ ചാലാമഠം എന്നിവർ പ്രസംഗിച്ചു.